ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാട് നന്നാക്കാൻ ഇറങ്ങിയ നല്ലവനായ രാഷ്ട്രീയക്കാരൻ. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒന്നും അത്തരം സൗജന്യങ്ങളൊന്നും അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കൊന്ന് ട്രൈ ചെയ്തൂടെ? സ്വന്തം ആങ്ങളല്ലേ? അവൻ മന്ത്രിയാ. പേര് ഞാൻ ജയചന്ദ്ര വർമ്മ, മണിമംഗലത്ത് ജയചന്ദ്ര വർമ്മ. സ്റ്റേറ്റ്സിലായിരുന്നു ഞാൻ, അങ്ങ് ചിക്കാഗോയിൽ. കുറച്ചു കാലേ ആയുള്ളൂ നാട്ടിലെത്തിയിട്ട്. യുവർ നെയിം പ്ലീസ്? ഞാൻ ദിലീപ്. ഞാൻ തരുൺ. ആക്ച്വലി ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം മിനിസ്റ്റർ പ്രതാപവർമ്മയ്ക്ക് വേണ്ടി എന്റെ അളിയനെ ഹെൽപ്പ് ചെയ്യാനാ. എന്റെ അളിയനെ ഈ പ്രതാപവർമ്മയുടെ PA. സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ രംഗത്ത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മാസ്റ്റർ ബ്രെയിൻ ഞാനാ. അങ്ങനെയാണെങ്കിൽ സാറി ഫയലില് മിനിസ്റ്ററുടെ സൈൻ ഒന്ന് വാങ്ങിച്ചു തരണം. പിന്നെ MDയുടെ കൈ കൊടുത്തിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വർക്കൗട്ട് ആക്കാം. സാറിന് സാറിന്റെ കമ്മീഷൻ തരാം. ഞാൻ ഇത്തരം വളഞ്ഞ വഴികളൊന്നും നോക്കാത്തയാളാ. പിന്നെ സുശീല പറഞ്ഞോണ്ട് ചെയ്യാം. അല്ല, ഈ കമ്മീഷൻ എത്ര പെർസെന്റേജ് തരും? 15% കമ്മീഷൻ തരാം. 15% കമ്മീഷനോ? ഏയ് പോരാ, ഒരു 37% കമ്മീഷൻ തരണം. ഈ 37% കമ്മീഷൻ കിട്ടാതെ ഈ ഡീല് നടക്കില്ലെന്ന് അമ്മ പറഞ്ഞു. അമ്മയോ? അതാരാ? അമ്മ അറിയില്ലേ? ഈ സൂര്യമംഗലത്തെ രാജരാജേശ്വരി വർമ്മ. ഈ പ്രതാപവർമ്മ സാറിന്റെ രാഷ്ട്രീയ ഗുരുവാണ്. വർമ്മ സാറിന്റെ എല്ലാ ഡീലുകളിലും അവസാന വാക്ക് അമ്മയാണ്. അമ്മ പറയുന്ന അനുസരിച്ച് വർമ്മ സാറ് ചലിക്കും. പറഞ്ഞു തീർന്നില്ല, ദാ അമ്മ വന്നു. രാജരാജേശ്വരി വർമ്മ. അമ്മ വരും, വരും. അങ്ങോട്ട് ഇരിക്കും. അമിത ബഹുമാനമൊന്നും വേണ്ട, ഇരിക്കൂ. ഞാൻ വലിയ ദേഷ്യക്കാരിയാണ്. What are the pillows? What are you doing? അമ്മേ ഒന്നിങ്ങി വന്നേ. വരണോ? വരൂ. 1 minute. അന്നാട്ടെ അങ്ങോട്ട്. അവസ്ഥകത്തെ ഇങ്ങോട്ടേ. എന്റെ പൊന്നമ്മേ, ദൈവത്തെ ഓർത്ത് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാൻ ഈ കച്ചവടം എങ്ങനെയെങ്കിലും നടത്തിയെടുത്തോട്ടെ. നിങ്ങൾ രാഷ്ട്രീയ നേതാവായിട്ടൊന്ന് ഇരുന്ന് നിന്നാൽ മാത്രം മതി. ഞാനിപ്പോ മണിമംഗലത്തെ ജയചന്ദ്ര വർമ്മയ, നിങ്ങള് സൂര്യമംഗലത്തെ രാജരാജേശ്വരി വർമ്മ. എന്നാ പിന്നെ ആര്യാദേവി വർമ്മ എന്നിട്ടാ പോരായിരുന്ന? എനിക്ക് അതാണ് ഇഷ്ടം. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാ. അത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. വാ. വരൂ അമ്മേ, വരൂ. %37 ഒട്ടും കുറയാൻ പറ്റില്ലെന്ന അമ്മ പറയുന്നത്. ജയചന്ദ്രവർമ്മ. അമ്മേ, ഇവന്മാരുടെയൊക്കെ പേരെന്തോന്നാ പറഞ്ഞത്? ഒരാള് ദിലീപ്, മറ്റേയാള് തരുൺ. അമ്മ ഇങ്ങനെയാ, വല്ലാത്ത കടുംപെട്ട രാഷ്ട്രീയത്തിലെ പെൺസിംഹ. സിംഹോ കടുവയോ പുലിയോ എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിച്ചു. സംസാരിച്ചു. എന്നാൽ അങ്ങനെ തന്നെ
ഞാനൊരു കാര്യം പറഞ്ഞാ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് വർമ്മയ്ക്ക് അറിയാലോ. അറിയാം അമ്മേ. എന്നാ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞ ഡീല് ഞങ്ങൾ സമ്മതിച്ചിരിക്കും. വെരി ഗുഡ്. ഇതാണ് ഫയല്. ഇതിൽ വർമ്മ സാറിന്റെ സൈൻ വാങ്ങി ഫയല് ഞങ്ങളെ ഏൽപ്പിക്കണം. അപ്പോ ആദ്യ ഗഡു കമ്മീഷൻ തുക ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. ഓക്കേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ. ശരി ശരി. ശരി എന്നാ. ശ്ശോ, എന്ത് കൊലച്ചതിയാടാ നീ കാണിക്കുന്നേ? എന്ത്? എന്നെ വല്ല വിദേശത്തേക്കും കയറ്റി അയക്കാനാണോ നിന്റെ ഉദ്ദേശം? വിദേശത്തോട്ട് കയറ്റിയേക്കാനേ നിങ്ങളൊന്ന് പച്ചത്താവണേ. അതെ, ഇത് 10 കാശ് കിട്ടുന്ന കേസാ. നിങ്ങൾക്കുള്ള കമ്മീഷൻ ഞാൻ തരാം. എത്ര കമ്മീഷൻ നീ തരും? സത്യം അവരോട് പറയണ്ട. എനിക്ക് 10 ലക്ഷം കിട്ടും. അതിന്റെ പകുതി നിങ്ങൾക്ക് ഞാൻ തരും. അതായത് 5 ലക്ഷം. അതെ. കാശ് കിട്ടിക്കഴിഞ്ഞ് കാല് മാറിയ നിന്റെ കാല് രണ്ടും ഞാൻ തല്ലി ഓടിക്കും. എന്നാ കോലത്ത് രാജരാജേശ്വരി വർമ്മ ഒന്ന് പോയാട്ടെ. അതെ, ഞാൻ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ഈ വേഷം ഇട്ടുകൊണ്ട് ഒരു 5-8 ഫോട്ടോ എടുത്തു വെക്കണം. ഇത് വണ്ടിക്കൂലി. മാറ്. ഈ തള്ള ഇന്ന് പോലെ എന്നെ തോരത്ത് തിന്നാൻ തുടങ്ങും. ഭഗവാനെ, വരാൻ പോകുന്നത് കോടികളാ. പക്ഷെ ഫയലില് മന്ത്രിയെ കൊണ്ട് എങ്ങനെ ഒപ്പിടിക്കും? എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ ഭഗവാനെ. ഭഗവാനെ. അമ്മേ, ആ ലാപ്ടോപ്പുകളുടെ വിതരണം എന്നെ ഏൽപ്പിക്കാമോന്ന് അമ്മയ്ക്ക് വല്യമ്മനോടും ചോദിച്ചൂടെ? എടാ, അവൻ ഹരിചന്ദ്രനായ മന്ത്രിയല്ലേ? നാട് നന്നാക്കാൻ ഇറങ്ങിയ നല്ലവനായ രാഷ്ട്രീയക്കാരൻ. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒന്നും അത്തരം സൗജന്യങ്ങളൊന്നും അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കൊന്ന് ട്രൈ ചെയ്തൂടെ? സ്വന്തം ആങ്ങളല്ലേ? അവൻ മന്ത്രിയാ. ഞാൻ അവന്റെ സ്വന്തം ചേച്ചി ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു തരില്ലെന്ന് അവൻ പറഞ്ഞത്. ഇത് അവന്റെ നോട്ടത്തിലെ അഴിമതിയാ. ചോദിച്ച് നാണം കെടേണ്ടി വന്നാലും ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കാം. ആ, പക്ഷേ നീ അതിനു മുൻപ് ആ ഫയൽ ഒന്ന് വാങ്ങിച്ച് സ്റ്റഡി ചെയ്യണം. അമ്മേ, വല്യമ്മ വരുന്നുണ്ട്. ചായ എടുക്കട്ടെ പ്രതാപ? വേണ്ട ചേച്ചി, ഞങ്ങളിപ്പോ കുടിച്ചേ ഉള്ളൂ. രാജു, ആ സൈൻ ചെയ്യേണ്ട ഫയലിംഗ് എടുത്ത്.